ചൂരൽമലയെ വിഴുങ്ങിക്കൊണ്ട് ഉരുൾ പൊട്ടിയിറങ്ങുന്നത് നേരിൽ കണ്ടയാളാണ് ഷിജു. പാറക്കൂട്ടം വരുന്നത് കണ്ട് അയൽക്കാരൻ പറഞ്ഞു നമ്മളൊക്കെ മരിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ഉരുൾ വഴിമാറി ഒഴുകി. 3-4 വീട്ടുകാർ ഒഴികെ മുഴുവൻ അയൽക്കാരും ഒലിച്ചുപോയി. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും കരയാൻ പോലും കണ്ണീർ ബാക്കിയില്ലാതെ ജീവിക്കുന്നു ഷിജു. അലക്സ് റാം മുഹമ്മദിൻ്റെ റിപ്പോർട്ട്. വെള്ളാർമല സ്കൂളിൻ്റെ പിന്നിലാണ് ചൂരൽമലയിൽ. ഈ ഭാഗം മുഴുവൻ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു. അവശേഷിക്കുന്ന ചില വീടുകൾ മാത്രമാണ്. ബാക്കിയായതും ആ വീടുകളിലെ ചില മനുഷ്യരാണ്. അത്തരത്തിലൊരാളാണ് ഷിജു. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ സംഭവം ഉരുൾ വരുന്നത് കണ്ട മനുഷ്യനാണ്. എന്താണ് അന്ന് രാത്രി കണ്ടത്? അന്ന് രാത്രി ഞാൻ സാധാരണ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. അന്ന് രാത്രി ഞാൻ ലീവ് എടുത്തിട്ട് വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു 2 മണി 2:45 നല്ല വെള്ളം പുഴയിലേക്ക് വെള്ളം വന്നു. അപ്പോൾ ഞങ്ങൾ പുഴയിൽ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുഴയിലാണ് വെള്ളം കയറി പറഞ്ഞാൽ ഞങ്ങൾ റോട്ടിലേക്ക് എല്ലാവരും ഓടിപ്പോകാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മൻസൂർക്ക ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മേലേക്ക് ഇങ്ങോട്ട് നിങ്ങൾ എങ്ങോട്ട് റോട്ടിൽ പോകുന്ന ഇതിൻ്റെ മേലെ കയറി എന്ന് പറഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് ഞങ്ങളെ കയറ്റി കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുറയും പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൂടി വന്ന് അവിടെ നിന്ന് പാറമട മൊത്തം പൊട്ടി വരുന്നു. അവരുടെ വീട്ടിൽ ഇൻവേർട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുറ്റും വെളിച്ചമായിരുന്നു. പിന്നെ ടോർച്ചും വലുതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് മൊത്തം പാറമട ഇങ്ങനെ പൊട്ടി വരുന്നത് ഞങ്ങൾ കണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ള ആൾ പറയും നമ്മളെല്ലാം മൻസൂർക്കാന്ന് പറഞ്ഞാൽ ഇക്ക പറയണം എല്ലാവരും തീരാൻ പോവുകയാണ്, നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചോളി, പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് കിട്ടും, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കെന്ന് പറയും. എല്ലാ ഡോറ് കുറ്റിയിട്ട് അതെല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ച് ആ കുട്ടിയടക്കം എൻ്റെ കുട്ടി 3.5 വയസ്സുള്ള കുട്ടിയാണ്, അവനടക്കം എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ വന്ന ആ മല മൊത്തം ഈ സൈഡിലേക്ക് പോയി. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള നാട്ടുകാരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് ആ പൊട്ടി വന്ന ഉരുള് ഗതിമാറി മാറിപ്പോയി. അതെ അവിടെ നിന്ന് വരുന്നത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, കുറേ ചളിയും ഇതായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അത് പെട്ടെന്ന് ഡിവൈഡായി ഗതിമാറിപ്പോയി. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളും എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള 4 ഫാമിലിയും എല്ലാവരും നഷ്ടപ്പെട്ടു. അന്ന് തലേ ദിവസം ഞാൻ അവരെ വിളിച്ചതായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴൊക്കെ 10:45 11 മണീൻ്റെ ഇടയിൽ ഞാൻ അവിടെ വിളിച്ചതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു സാവിത്രി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, സവിത ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കയറി വരാം, നല്ല 4 ഫാമിലി ഒരുമിച്ച് നിൽക്കുക, നല്ല മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേലെ നിൻ്റെ വീട്ടിലേക്ക് കയറി, എൻ്റെ വീട് കുറച്ച് ഹൈറ്റിലാണുള്ളത്, അപ്പോൾ അങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഉരുൾ പൊട്ടിയ ശേഷം ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ വിളിച്ചപ്പോൾ അവർ നമ്പർ ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോഴേക്കും അവരെ വീടിൻ്റെ മേലെ ടെറസിന് മേലെ അവർ കയറി നിന്നു. ആ വീടടക്കം മൊത്തം എല്ലാം വീടോടെ പോയി മൊത്തത്തിൽ. താങ്കളുടെ വീട് ആ ഷീറ്റിട്ട് കാണുന്ന ആ വീടാണ്. അതിൻ്റെ ബാക്ക് സൈഡ് മാത്രം ഡാമേജ് ആയിട്ടുള്ളൂ, വീട് ഫ്രണ്ടേജ് മാത്രം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ഒരു 2-3 വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതെ അതിൽ ആ വീട്ടിൽ നിന്ന് ആ ഫാമിലിയാണ് ഞങ്ങൾ കുറച്ച് പേര് രക്ഷപ്പെട്ട് ക്യാമ്പിലുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മേപ്പാടി ക്യാമ്പിലാണ് ഉള്ളത്. ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി വീട്ടിൽ ചളി എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു 4-5 ദിവസം മുമ്പ് അയൽക്കാരായി ഉണ്ടായിരുന്നവർ ആ വീടുകൾ മനുഷ്യർ. അതെ അത് നമ്മൾ അയൽക്കാർ മാത്രമല്ല, നമ്മൾ കുടുംബക്കാരെ പോലെയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. നമ്മൾ എപ്പോൾ കണ്ടാലും ഇപ്പം ഞാൻ കോഴിക്കോടാണെങ്കിൽ ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ വീട്ടിലേക്ക് വരുള്ളൂ, പക്ഷേ ഇടയ്ക്ക് വിളിക്കലും അങ്ങനെ നല്ലൊരു ബന്ധമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. അപ്പോൾ ഇതിലോടുകൂടി ആ ബന്ധമെല്ലാം പോയി. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം നാനാവിധ ഭാഗത്തായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഈ ബന്ധം ആൾക്കാർ ഒരുപാട് പോയി. നമ്മൾ എല്ലാ അമ്മൻ്റെ അനിയത്തി, ചെറിയമ്മ, ഏട്ടൻ്റെ മക്കൾ, അങ്ങനെ കുറേ പേര് നമുക്ക് ചേച്ചിമാർ കുറേ പേര് നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട്. നമുക്കിപ്പോൾ കരയാൻ പോലും കണ്ണിന്ന് വെള്ളമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ, മരവിച്ചൊരു അവസ്ഥയാണ് ഇപ്പോൾ. ചൂരൽമലയിൽ അവശേഷിച്ചവർക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ കരയാൻ കണ്ണിൽ വെള്ളമില്ല എന്ന സ്ഥിതിയാണ്. വീടുകൾ പോയി, ബന്ധുക്കൾ പോയി, ചുറ്റുമുണ്ടായിരുന്ന അയൽക്കാർ, പരിചയിച്ചിരുന്ന അയൽക്കാർ, കണ്ടിടപഴകിയിരുന്ന അയൽക്കാർ, പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ചിലർ അവശേഷിക്കുന്നു തീരാനോവോടെ. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. മരണം കൺമുന്നിലേക്ക് മഞ്ചലുമായി വരുന്നു എന്ന് മനസ്സിലായിട്ടും ധീരതയോടെ പിടിച്ചുനിന്നവരിൽ ഒരാളാണ് ഇദ്ദേഹത്തെ പോലെ രക്ഷപ്പെട്ടവർക്ക് പറയാൻ ഒരുപാട് പൊള്ളുന്ന നോവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും.